അപ്പൊ അവിടെ എടുത്തു പറയുന്ന ഒരു പദം ധാരാളമുണ്ട്. അവൻ സ്വന്തം വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞാൽ ദൈവമക്കൾ പോരാടണം. ഞാൻ നിങ്ങളും ഒരു കളിക്കളത്തിലല്ല നിൽക്കുന്നത്, മറിച്ച് പോർക്കളത്തിലാണ്. സദാ സമയവും നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് മണ്ഡലത്തിൽ കൂടി ചില കാര്യങ്ങൾ ഇത് രാത്രി ചിന്തിക്കാം. ദൈവത്തിന്റെ ദാസൻ സമയം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്ത് തന്നെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിനെ ശരണപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഉപദേശപരമായിട്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം. ലേഖനമെല്ലാം ഉപദേശമാണല്ലോ. വിശ്വാസത്താലുള്ള നീതീകരണം. കൊരിന്ത ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ്. അതിന്റെ കാര്യങ്ങളാ കൊരിന്ത ലേഖനത്തിൽ. ഗലാത്യ ലേഖനം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ. അതാണ് ഗലാത്യ ലേഖനം. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളുടെ സ്ഥാനമാനങ്ങളാണ് എഫേസ്യ ലേഖനം. സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നൊക്കെ ആ പ്രയോഗം. ഇരുപ്പ് കണ്ടാലൊന്നും തോന്നില്ല. എന്നാലും ഈ ചൂടും പിടിച്ചൂടെ വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. അപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ചിലരെ തീരാമയിൽ ഇരുത്തിയ പോലായിരിക്കുന്നത്, വലിയ സങ്കടത്തോടെ. പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലായിരിക്കുന്നതാണ് സ്ഥാനമാനം. അങ്ങനെ സ്ഥാനമാനം പ്രാപിച്ച ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. അതാണ് ഫിലിപ്പിയ ലേഖനം. വലിയ സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെ സന്തോഷത്തിന്റെ ആധിക്യത്താൽ നിറഞ്ഞ ദൈവമക്കളുടെ പ്രത്യാശയായി തെസ്സലോനിക്യ ലേഖനം. വളരെ പ്രത്യാശയാണ്. ദൈവം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അതാ പ്രത്യാശ. അങ്ങനെ പ്രത്യാശ ഉള്ളവർക്ക് തോന്നുന്നത് പോലെ നടക്കാനൊന്നും നോക്കത്തില്ല. അവർക്ക് പ്രമാണമുണ്ട്. അതാണ് തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ സ്വന്തം ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ളതായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ ക്രമം കെട്ട് നടക്കരുത്. ആ നടക്കേണ്ട കാര്യമാ ഈ തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, ഒത്തേ കൈകടിക്കുക, ഒത്തില്ലേ കൈകടിക്കുക, താല്പര്യമുണ്ടെങ്കിൽ കൈകടിക്കുക പറയുക, ഇല്ലേ മെനക്കെട്ടിരിക്കുക, ഇഷ്ടമുള്ളപ്പോൾ തിരിമേശ എടുക്കുക, ഇഷ്ടമുള്ളപ്പോൾ എടുക്കാതിരിക്കുക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോ. അങ്ങനൊന്നും അല്ല ദൈവസഭ. ഇതിന് ക്രമമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ക്രമീകരണത്തോടെ ജീവിക്കണം. അതാണ് തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം. അങ്ങനെ ക്രമീകരണത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് സൽപ്രവർത്തികളിൽ വളരെ പ്രയോജനമുള്ളവരായി തീരണം. വിലേമോന്റെ ലേഖനമൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. 2 കാലമുണ്ട്. അവന് അല്പകാലത്തേക്ക് നിന്നെ വിട്ട് പോയെങ്കിലും സദാകാലത്തോളം 2 കാലം. അതെല്ലാം പ്രത്യാശയുടെ പദമാണ്. അല്പകാലവും സദാകാലവും. സ്തോത്രം. ഒനേസിമോസിനെ പറ്റി ഫിലേമോനോട് പറയുക. ആ ചരിത്രം ഒന്നും പറയുന്നതിന് അറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാം അറിയാം. കാണപ്പോൾ എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ അല്പകാലമൊക്കെ പോയെങ്കിലും സദാകാലത്തേക്ക് അവനെ നേടിയല്ലോ. എന്നിട്ട് ഒനേസിമോസിനെ പറ്റി കാര്യം പറഞ്ഞിട്ട് ഫിലേമോനോട് പറയുക, സഹോദര, നീ ഒത്തിരി പേരുടെ ഹൃദയത്തെ തണുപ്പിച്ചു. ഒത്തിരി പേരുടെ ഹൃദയത്തെ നീ തണുപ്പിച്ചു. എന്നിട്ട് പറയാ, എനിക്കും ഒരു അനുഭവം വേണമല്ലോ. വേണ്ടേ? നീ ഒത്തിരി പേരെ തണുപ്പിച്ചത് കേൾക്കുന്നു. കേൾക്കുകയെല്ലാം അങ്ങനെ തന്നെ. അപ്പം എനിക്കൂടൊരു തണുപ്പുണ്ടാകട്ടെ, ഞാനും ഒന്ന് തണുക്കട്ടെ. അപ്പൊ പുള്ളി തണുക്കണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് കുറ്റം ചെയ്ത് ഓടിപ്പോയ ആ ഒനേസിമോസിനെ ഞാൻ തടവിൽ വെച്ച് വീണ്ടും ജനനം അവനുണ്ടായി. അവനെ വീണ്ടും ചേർക്കണം. അവനെ ചേർക്കുമ്പോൾ എനിക്ക് തണുപ്പുണ്ട്. എനിക്ക് തണുപ്പ് മാത്രമല്ല, നിനക്ക് കൂടെ പ്രാഗൽഭ്യോടെ പറഞ്ഞു. ഇത് ദൈവമക്കൾക്ക് വലിയ പാഠമാണ്. സ്തോത്രം. നാം മുഖാന്തരം അനേകര് തണുക്കണം. അതാണ്
ഫിലേമോന്റെ ലേഖനത്തിന്റെ ഉപദേശ വിഷയങ്ങൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം. സ്തോത്രം. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചിട്ടുണ്ട്. നിരാശപ്പെടരുത്, കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കരുതി വെച്ച ദൈവമക്കൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രവൃത്തി കൊണ്ട് ഈ ഖണ്ഡനമൊക്കെ നടത്തുന്നതിൽ നല്ലത്, അത് വേണ്ടെന്നല്ല, ഖണ്ഡനം നല്ലതാ. പക്ഷെ ഖണ്ഡിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചു പേരുടെ ഈ മാർഗത്തിൽ വരും. അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഖണ്ഡനമാണ്. ഖണ്ഡിച്ചോ കുഴപ്പമൊന്നും, പക്ഷെ ഖണ്ഡിക്കുന്നതിലുപരി അങ്ങോട്ടും ഇങ്ങോട്ടും വാത് കെട്ടി ഉണ്ടല്ലോ, അതിലൊക്കെ ഉപരി ആ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലൊന്ന് കാണിച്ചു കൊടുത്താൽ ഒത്തിരി ഖണ്ഡനമൊന്നും വേണ്ട, അവന് വരും. അതാ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. വിശ്വാസത്തെ പറ്റി കണ്ണിക്ക് ഒരുത്തം പറഞ്ഞ വിശ്വാസം ആവുന്നില്ല, പല്ലോ പറഞ്ഞുകൊണ്ട് പതുക്കെ പ്രസംഗമാണ് വിശ്വാസം. അത് പ്രസംഗിക്കുന്നതിൽ കുറച്ചുകൂടെ നല്ലത് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ വിശ്വാസം തെളിയിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. രോഗശാന്തിയെ പറ്റി പ്രസംഗിച്ച് നേരെ മെഡിക്കൽ കോളേജിലാട്ടാ ഓടുന്നത്. അത് ഓടാകണ്ട് ആ രോഗശാന്തി ഒന്ന് അനുഭവിച്ച് വെളിപ്പെടുത്തി കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്റെ പക്ഷം. നിങ്ങൾ ഒന്നും അംഗീകരിക്കാനും എനിക്കറിയാം ഇരുമ്പ് കാണുമ്പോൾ. അപ്പൊ യാക്കോബിന്റെ ലേഖനം ആ കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മഹത്വം ഉപദേശ വിഷയങ്ങളിൽ പ്രവർത്തിയിൽ ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ പ്രവർത്തിയിൽ ഉത്സാഹത്തോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് ജീവനുള്ളൊരു പ്രത്യാശയുണ്ട്. അതാണ് പത്രോസിന്റെ ലേഖനം വെളിപ്പെടുത്തി തരുന്നത്. ജീവനുള്ള ഒരു പ്രത്യാശ, ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ പ്രത്യാശയുള്ള ദൈവമക്കൾ ആഗ്രഹത്തിൽ ദൈവസ്നേഹത്തിൽ ജീവിക്കണം. അതാണ് യോഹന്നാന്റെ 3 ലേഖനം. ആഗ്രഹേറിയ ദൈവസ്നേഹം. ഇങ്ങനെയൊക്കെ ക്രമത്തോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് യൂദയുടെ ലേഖനം തരുന്ന പാഠം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം. അവിടെ ഇതാണ് 21 ലേഖനങ്ങളുടെ ഉപദേശ വിഷയങ്ങൾ. ഓടിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം ഉപദേശ വിഷയം. നമ്മൾ ഇന്ന് രാത്രി യൂദയുടെ ലേഖനം 3-4 തിരുവെടുത്താണ് വായിച്ചത്. അവിടെ വായിക്കുന്നത്, പ്രിയതേ, നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിഗണിപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കർമ്മവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യരെ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിന് മക്കൾ ഇന്ന് രാത്രിയില് ഈ നിലയിൽ ആ വചനം ഒന്ന് ധ്യാനിക്കുന്നത് വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ കണ്ടമാനം ഇളകണോ? വേണ്ട. അത് ചെറുതൊക്കെ അങ്ങനെ ഉണ്ടോ? പുള്ളി ശാന്തമായിട്ടാണ് പറഞ്ഞത്. ദൈവത്തിന്റെ മകൾ കർത്താവ് അങ്ങനെ തന്നെ മലയെ കയറി ഇരുന്ന് ഇളകിയില്ല. അവിടെ ഇരുന്ന് പറഞ്ഞതെല്ലാം നല്ല കുറിപ്പ് കൊള്ളുന്ന കാര്യമാണ്. അങ്ങനെ മലയെ കയറി ഇരുന്നു, ഓടി നടന്നൊന്നുമില്ല. അവിടെ ഇരുന്ന് വെച്ച് പറഞ്ഞതെല്ലാം നല്ല കണക്കിനാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ തന്നെ. അല്ലെങ്കിൽ ഓടി എത്ര സൗകര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇളകണമെങ്കിൽ ഇളകാൻ എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുകയാണ്, യൂദയുടെ ലേഖനം വളരെ നീണ്ട ഒരു ലേഖനമാണ്. വളരെ ഫലവത്തായ ഒരു ലേഖനം നല്ലതാ. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ നിങ്ങൾക്കറിയാം, സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും 13 ലേഖനം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം. പൗലോസ് എഴുതി ഒരു ലേഖനം അല്പം തർക്കമാണ് എങ്കിലും എനിക്ക് തർക്കിക്കാൻ നേരവുമില്ല, ഞാൻ തർക്കിക്കുന്നുമില്ല. കാരണം വചനം അങ്ങനെ തർക്കം ദൈവസഭയ്ക്ക് ഇല്ല. അതുകൊണ്ട് ഞാനും ആ വചനത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് 14ാമത്തെ ലേഖനവും പൗലോസ് എഴുതിയതാണ്. അപ്പോൾ 14 ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈ ഒറ്റ ലേഖനം. പത്രോസ് പറയുന്നുണ്ട്, ഇതിനെ കൂട്ടിക്കളയുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ഇതുള്ള ഈ ഒറ്റ ലേഖനങ്ങളാണ്.
പിന്നീടുള്ള ലേഖനം യോഹന്നാന്റെ 3 ലേഖനവും പത്രോസിന്റെ 2 ലേഖനവും യാക്കോബിന്റെ 1 ലേഖനവും യൂദയുടെ 1 ലേഖനം. ഇങ്ങനെയാണല്ലോ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിലെ ഒടുവിലത്തെ ലേഖനം വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 26-ാമത്തെ പുസ്തകവുമാണ് യൂദയുടെ ലേഖനം. വളരെ നല്ലൊരു ലേഖനമാണ്. ദൈവത്തിന് ഈടുറ്റ ലേഖനം, യൂദയുടെ ലേഖനം. എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നു. മോളെ കുഞ്ഞാണോ? അത് കരയിപ്പം വേറൊരാൾ വേറെ പുസ്തകം വായിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? രണ്ടും കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ ആള് വന്നിട്ടുണ്ടോ? പിന്നെ കരയുമോ? അപ്പൊ ഈ യൂദയുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇങ്ങോട്ട് നോക്കി കൊച്ചിനുണ്ടോ? അത് കൈകാര്യം ചെയ്തോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കാം. ഈ നോക്കാതെ ഇങ്ങോട്ട് നോക്ക്. വേറെ പുസ്തകം നോക്കരുത്. അല്ലെങ്കിൽ നോക്കുന്നില്ലല്ലോ, ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ ഈ യൂദയുടെ ലേഖനം വായിച്ച ആളിനോട് ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കാൻ എത്ര വാക്യമുണ്ട് മോളെ? ഉള്ളതാക്കട്ടെ. എത്രയുണ്ട്? 25 വാക്യം യൂദയുടെ ലേഖനത്തിൽ. 25 വാക്യം. വേറെ ഒരു ലേഖനത്തിലും ഉണ്ടല്ലോ. എത്രയാണ്? പിന്നെ പറഞ്ഞാൽ ഈ ഫിലേമോന്റെ ലേഖനത്തിൽ എത്ര വാക്കുണ്ട് നോക്കി. ഉറക്കമായി നോക്കും. കണ്ണാടി എത്രയാണ്? അപ്പം യൂദയുടെ ലേഖനത്തിലും ഫിലേമോന് എഴുതിയ ലേഖനത്തിലും 25 വാക്യം. ഇത് യൂദയുടെ ലേഖനം കുറച്ചുകൂടെ എഫക്റ്റാണ്. വളരെ ഈടുറ്റൊരു ലേഖനമാണ് യൂദയുടെ ലേഖനം. 25 വാക്യമേ ഉള്ളൂ. ഇനി ചിലർക്ക് ഇപ്പോഴും സംശയമായി ഏത് യൂദായാണെന്ന്. നിങ്ങൾക്കെല്ലാം കിട്ടമുണ്ടെന്നറിയാം. ചിലർക്ക് ഇപ്പോഴും സംശയമാണ്. തൂങ്ങിച്ചാകുന്നതിന് മുന്നേ എഴുതി വെച്ച് പോയതായിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ തൂങ്ങിച്ചത്ത യൂദായല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പുള്ളി ചില കാശടിച്ച് മാറ്റിയതേ ഉള്ളൂ. ലേഖനമൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ലേഖനം എഴുതിയത് യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ്. അർത്ഥ സഹോദരൻ യൂദ. ദൈവത്തിന് മഹത്വം. 1-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. ബൈബിളെല്ലാം കീറിയല്ല, പഴയ ബൈബിളാണ്. നാളെ തന്നെ പുതിയ ഒരെണ്ണം മേടിക്കണം കേട്ടോ. ദൈവത്തെ പോലാണെന്ന് തോന്നുന്നു. ഉൽപ്പത്തി വെളിപ്പാടില്ല. ഉണ്ടോ? എല്ലാ അധ്യായവും ഉണ്ടോ? ഞാൻ ചുരുണ്ടൊക്കെ എത്തിക്കുന്നു. ചപ്പാത്തി ചുരുട്ട് വെച്ചോ. പഴയ വായിച്ചു. നാളെ തന്നെ ഒരെണ്ണം മേടിക്കാൻ ഒക്കുന്നതിന് മേടിക്കും ഉണ്ട്. ഇത് തിട്ടമുള്ളത് കൊണ്ടാണ്. വായിച്ചു. 1-ാം വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പോൾ ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദായ. അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന്, ജനനം 2 വിധത്തിലാണ്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാണ്. മത്തായി 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച മോളെ ചടികിടാന്ന് വായിക്കണം കേട്ടോ. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. മത്തായി 1:1 പെട്ടെന്ന് വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അടുത്തത് അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അടുത്തത് ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അങ്ങനെ യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ പാരസിനെ ജനിപ്പിച്ചു. അടുത്തത് ഹെസ്രോനെ ജനിപ്പിച്ചു. ആരാമിനെ ജനിപ്പിച്ചു. ഇതെല്ലാം ജനിപ്പിച്ചു. 16-ാം വാക്യമായിരുന്നു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. അതാണ് ജനനം 2 വിധത്തിലാണ്. ഇവരെല്ലാം ജനിപ്പിച്ചു. യേശുക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതല്ല.
വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ ജനനം ഏതാ? ലേഖനം എഴുതിയ യൂദയുടെ ജനനവും ക്രിസ്തുയേശുവിന്റെ ജനനം രണ്ട് വിധത്തില. പക്ഷെ അമ്മ ഒന്ന, മറിയം, നല്ലൊരു അമ്മ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് അനന്തരം ഈ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായി, വേറെ മക്കളെ പ്രസവിച്ചു. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഭാഗമുണ്ട്, അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ച. ആദ്യജാതൻ, ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ. പിന്നെ മക്കൾ ജനിച്ചെന്നാതിന്റെ അർത്ഥം. മലയാള ഭാഷ കുറെയെങ്കിലും അറിവുള്ള വിവരമുള്ളവർക്ക് പിടികിട്ടും. പിന്നെ ചിലരോട് പറഞ്ഞിട്ടും വലിയ പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന വിഷയം ഇന്ന അറിയാവുന്നൊരു കൈ വെക്കാം, പകുതി പേര് ഇനി അറിയാത്തവര് വെക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ അറിയാവുന്ന നിങ്ങളോട് പറയണ്ട, അറിയാൻ മേലാത്ത നിങ്ങളോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് പുള്ളി കൂടെടുത്തോണ്ട് പോയത്. അപ്പൊ ചിലരോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചതല്ല, അവിടെ നിന്ന് ജനിച്ചത്. അപ്പോൾ അമ്മ ഒന്ന എന്ന് പറഞ്ഞാൽ മറിയം ക്രിസ്തുവേശുവിനെ പ്രസവിച്ച അനന്തരം വീണ്ടും അമ്മയ്ക്ക് മക്കളുണ്ടായി. അതിന് ധാരാളം വാക്യവും തെളിവും ഉണ്ടെങ്കിലും ഒരു വാക്യം വായിച്ചോ, മർക്കോസ് 6:3. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെഴുത്ത്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരന്മാരായ തച്ചനല്ലയോ. ഇവരുടെ സഹോദരിമാരും ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവൻ മറിയയുടെ മകനും, ക്രിസ്തുയേശുവിനെ പറ്റിയ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരന്മാരായ തച്ചനല്ലയോ. വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് അർത്ഥ സഹോദരന്മാരും അർത്ഥ സഹോദരിമാരുണ്ട്. അതുകൊണ്ടാണ് വചനം വിശ്വസിക്കുന്ന, വചനത്തെ ഭയപ്പെടുന്ന, വചനത്തിൽ ആശ്രയിക്കുന്ന, വചനം വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ മറിയമെന്ന് പറയുന്ന ആ മാന്യ മഹതിയെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കാത്ത. അമ്മയോട് വൈകാരം ഉണ്ടായിട്ടോ ഉടക്കം ഉണ്ടായിട്ടോ നല്ല അമ്മയാ, നല്ല സ്ത്രീയ, വിവരമുള്ള, അന്തസ്സുള്ള, വളരെ ഭക്തിയുള്ള നല്ല സ്ത്രീയ, പക്ഷെ നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന വിശ്വാസപുരാനെ പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളുണ്ടായി. അതാണ് വാക്യം പറയുന്നത്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛൻ. അപ്പോൾ ഈ ലേഖനമെഴുതിയ യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയ, ദൈവത്തിന് മഹത്വം. ഇനി ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഈ യൂദ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരൊന്നും യേശു ക്രിസ്തു ജീവിച്ച കാലത്ത് വിശ്വസിച്ചില്ല യേശുവിനെ. എന്നാൽ ദൈവമാണെന്ന് വിശ്വസിച്ചില്ല. വിശ്വാസം കാരണം കാര്യമുണ്ട്, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു വീട്ടിലാണ് ജീവിക്കുന്ന ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണ്. എന്തോ ഇത്ര വിശേഷത. അതായത് ഒരു വീട്ടിൽ ജീവിക്കുക, എന്റെ ഭാഷയാണ്, എഴുതിയിട്ടില്ലെങ്കിലും ആശയമാണ്. ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു വായി കിടന്നുറങ്ങി ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒന്നിച്ച് ജോലി ചെയ്യുന്നു. പിന്നെ എത്ര വിശേഷത. അതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഈ സഹോദരന്മാർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 7:4 തോന്നുന്നു. ഒന്ന് വായിച്ച്, അതുകൊള്ള വാക്യമാണ് എങ്കിലും അതാന്ന് തോന്നുന്നു. മോളൊന്ന് വായിച്ചേ. അതിന്റെ 5-6 വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. അപ്പൊ ആരംഭ സമയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് ഏതാ? യാക്കോബ്, യോസേ, യൂദ, ശിമോൻ. ഇവരാരും യേശുവിൽ വിശ്വസിച്ചു. ഉടക്കൊന്നുമില്ലെങ്കിലും വിശ്വസിക്കുന്നില്ല. ആരാ? യേശു ദൈവമാണ്, വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവരെപ്പോഴാണ് വിശ്വസിച്ചെന്ന് ചോദിച്ചാൽ അതിന് ചരിത്രം പറയുന്നത് ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. ഒരു ലേഖനം 15 അങ്ങനെ അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് അടക്കി. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്ത് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേരളാവിന്, പിന്നെ 12 പേർക്ക്, പിന്നെ 11 പേർക്ക്, പിന്നെ അമാവാസി പോയവർക്ക്, പിന്നെ കടൽക്കരെ വെച്ച്, പിന്നെ ബദാനിയെ വെച്ച്, പിന്നെ മുറിയടച്ചിട്ടവർ, പിന്നെ 500-ലധികം സഹോദരന്മാർ ഒന്നിച്ച് പൗലോസ് പറഞ്ഞു കൊടുക്കില്ല. അകാല പ്രജ പോലുള്ള
പൗലോസിന് പ്രത്യക്ഷം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വന്ന കൂട്ടത്തിൽ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. മോളെ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് തോന്നുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിന് പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ അധികം സഹോദരന്മാർ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ ജീവനോടിരിക്കുന്ന ലേഖനം എഴുതുന്ന സമയത്ത് അടുത്തത് ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പം ആ പദം കണ്ടോ? അനന്തരം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടവർ എന്റെ ഭാഷയാ കളി മാറി. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു യേശു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്തരീക്ഷമാണ്. എന്റെ ഭാഷയാ. യാക്കോബ് വീട്ടിൽ വന്ന് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. യൂദായോടും ശിമോനോടും എല്ലാം വന്ന് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അപ്പൊ അവര് ചോദിച്ചു എന്നാ കൊച്ചേട്ടാ അവിടെ നിന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. യേശു ക്രിസ്തു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്തരീക്ഷമാണ്. ഞാൻ ദൈവമക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ സുവിശേഷ വിരോധികളോടൊക്കെ ഭാവി സന്ദർശിക്കണമേ, തൂക്കണമേ, ഇടപെടണമേ ചെല്ലു പറയും പറിച്ചു മാറ്റും. അവർക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടാണ്. എന്റെ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. അന്തരീക്ഷമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് യേശു ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. സ്തോത്രം. ബീഹാറിലെ മുഖ്യമന്ത്രിക്ക് യേശു എന്ന്, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് യേശു ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ആ മാന്യ വനിത, അവർക്ക് യേശു ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. RSSന്റെയും BJPയുടെ ഒക്കെ നേതാക്കന്മാർക്ക് യേശു ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. നമ്മളാരും പ്രത്യക്ഷപ്പെടേണ്ട. നമ്മളോട് പ്രത്യക്ഷപ്പെട്ട എന്നൊക്കെ വിചാരിക്കണം. പ്രത്യക്ഷപ്പെട്ടതല്ല ഇപ്പൊ കിടന്ന് കുഴയുക. സ്തോത്രത്തിലോ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എല്ലാവർക്കും പ്രത്യക്ഷപ്പെടേണ്ടത് യേശുവാണ്. ഓരോ സംസ്ഥാനത്തിലെ അധിപന്മാർക്കും ഭരണകർത്താക്കൾക്കും ഗവർണർമാർക്കും ഒക്കെ യേശു പ്രത്യക്ഷപ്പെടട്ടെ. ഈ പട്ടണത്തിലുള്ളവർക്കൊക്കെ യേശു പ്രത്യക്ഷപ്പെടട്ടെ. രാജാക്കന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടട്ടെ. മത നേതാക്കന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടട്ടെ. രാഷ്ട്ര തന്ത്രജ്ഞന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടട്ടെ. രാത്രി പ്രാർത്ഥിക്ക്, എന്റെ യേശുവെ നീ അവർക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. പണ്ഡിതന്മാർ ഭാര്യയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അവൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സുന്ദർ സിംഗിന് യേശു പ്രത്യക്ഷപ്പെട്ടു. ആ യേശു ഇന്ന് ജീവിക്കുന്നു. നിന്റെ അയലത്തുള്ളവരെ പറഞ്ഞു മാറ്റാൻ പ്രാർത്ഥിക്കേണ്ട. ഇത്രോ പ്രാർത്ഥിച്ചാൽ മതി, അവർക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെടാം. അത് പ്രാർത്ഥിക്കുക. അവരെ സന്ദർശിക്കണമേ, തുരത്തിൽ ഓടിക്കണമേ. ആരും ഓടിക്കാതെ കുറ്റം ഓടുമെന്ന് അവിടുത്തെ വചനത്തിൽ വട്ടം പിടിച്ചതെന്നൊക്കെ അറിയില്ല. ഇത്രോ പ്രാർത്ഥിച്ചാൽ മതി, എന്റെ യേശുവെ ആ തൊട്ടപ്പുറത്ത് നീ ഒന്ന് പ്രത്യക്ഷപ്പെട്ടേ. യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ
ഒരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലഞ്ഞാൽ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മരുഭൂമിയിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണേ. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ സഹോദരന്മാര് എല്ലാവരും ആദ്യം യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിലും ഉയർത്തരുന്ന യേശു യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ അന്തരീക്ഷം മാറി. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറാൻ ഒറ്റ കോമഡിയുള്ള യേശു പ്രത്യക്ഷപ്പെട്ടു. സെക്രട്ടേറിയറ്റില് നേരത്തെ കണ്ടതല്ലേ, കസാര എടുത്ത് അടിക്കുന്നു, മറച്ചിടുന്നു, തോന്ന് ഉരുട്ടിക്കൊണ്ട് നടക്കുന്നു, മുണ്ട് മടക്കി കുത്തി നിൽക്കുന്നു, കൈ ഇടിക്കുന്നു. ആരെ ഇടിച്ചു, എങ്ങനെ ഇടിച്ചു, എവിടെ ഇടിച്ചു നമ്മൾ എന്നോട് ഇപ്പൊ ചോദിക്കുന്നു. എല്ലാവരും കണ്ടതാ, കണ്ടില്ലേ? വാക്കുകൾ നടത്തുന്നു, അധ്യക്ഷനെ കാശന്. പക്ഷേ ആ അടിത്തളത്തിൽ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാനും നിങ്ങളും പ്രത്യക്ഷപ്പെട്ട അടി പിന്നെ മൂക്ക് കൊള്ളും. നമ്മളാരും അങ്ങോട്ട് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതാ. പക്ഷെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണം. ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആർക്കും പ്രത്യക്ഷപ്പെടുവാൻ കഴിവുള്ളവനാണ് യേശു. അപ്പൊ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്തരീക്ഷമാണ്. യാക്കോബ് എന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ദൈവമാണ്. എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ കണ്ടു. പത്രോസും യോഹന്നാനും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊന്നും ഇവനെ അംഗീകരിച്ചില്ല. ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു, മലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഉടുമ്പിന്റെ ഈ പ്രകൃതിയെല്ലാം മാറി. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്തതുപോലെ ഞങ്ങൾ കണ്ടെന്ന് സ്വന്തം സഹോദരന്മാരൊന്നും പിന്നെ ഞങ്ങളൊന്നും കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഞങ്ങൾ ഇന്ന് വരെ കണ്ടില്ലല്ലോ മിന്നണവും. അപ്പൊ വീട്ടിൽ പറഞ്ഞില്ലേ ഞങ്ങൾ കണ്ട അതുകൊണ്ടാ പറഞ്ഞ മഹിമ കണ്ട സാക്ഷികളാണ്. ഇവരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് മഹത്വം. പത്രോസ് പറഞ്ഞു, നടന്നു വരുന്ന കണ്ട കടലിന്റെ മീതെ. പിന്നെ പക്ഷെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം യാക്കോബ് പറഞ്ഞു അതുകൊണ്ടല്ലേ ആത്മസമയത്ത് ഒന്നിച്ച് ഓടിയപ്പോൾ യാക്കോബ് എഴുതിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. സ്തോത്രം, കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സഹോദരന്മാരെ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ പിന്നത്തേതിൽ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, സാക്ഷ്യത്തിൽ നിന്നു. അങ്ങനെയുള്ള ഈ സഹോദരനിലെ ഒരാളാണ് അർത്ഥ സഹോദരനാണ് യൂദ. ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകും. സമയം കൂടെ നോക്കാൻ ആ മാർഗം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വളരെ ഈടുത്ത ലേഖനമാണ് യാക്കോബ് ഈ യൂദയുടെ ലേഖനം. ഞാൻ ഓർമ്മിച്ചല്ലോ, 25 വാക്യങ്ങൾ. 25 ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കുക. ഇതിനകത്ത് പ്രധാന ഒരു വിഷയം സൂക്ഷിക്കുക. അത് അത്യാവശ്യമാണല്ലോ, സൂക്ഷിക്കണം അല്ലേ? എല്ലാവരും സൂക്ഷിക്കണം. ഇതിനകത്ത് പ്രധാന ഒരു പദമാണ് സൂക്ഷിക്കുക. മോളെ, 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും വായിക്കണം. ആദ്യം ഒന്ന് വായിക്കണം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെടും. നന്നായിട്ട് വായിക്കും. യേശുക്രിസ്തുവിനെ
സൂക്ഷിക്കപ്പെട്ടു മതി. അവിടെ പദം കണ്ടോ? സൂക്ഷിച്ചില്ല. 6-ാം വാക്യമായിരുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു എന്ന പദമാണ് 13-ാം വാക്യം വായിച്ചേ. 13. തങ്ങളുടെ നാണക്കേട് തുലച്ചു തള്ളുന്ന മുഴുവൻ തെറ്റിയാണല്ലോ. ഈ ബൈബിൾ ആയതുകൊണ്ടായിരിക്കും. വായിച്ചു. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധകാര തമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു എന്ന പദമാണ്. ഇനി 21-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു മതി. അപ്പോൾ ഈ ലേഖനത്തിലെ ഒരു പ്രധാന പദമാണ് സൂക്ഷിക്കുക. 1-ാം വാക്യം, 6-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യം. സൂക്ഷിക്കുക. എല്ലാവരും സൂക്ഷിച്ചു. എല്ലാ കാര്യവും സൂക്ഷിച്ചു. അപ്പൊ സൂക്ഷിക്കുക. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ വേദപുസ്തകം ഏതാണ്ട് 40 എഴുത്തുകാരാണ് എഴുതിയത്. 40 എഴുത്തുകാരൻ 1600 കൊല്ലം കൊണ്ട് ഏതാണ്ട് 40 എഴുത്തുകാരായി വേദപുസ്തകം എഴുതി തീർന്നത്. രാജാക്കന്മാരെഴുതി, പ്രവാചകന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു, ഭരണതന്ത്രജ്ഞന്മാരെഴുതി, ഡോക്ടർ ഇതിനകത്ത് പുസ്തകം എഴുതി, അതുപോലെ തന്നെ മീൻ പിടിക്കുന്നവരെ കൊണ്ട് എഴുതിപ്പിച്ചു, അതുപോലെ വചനത്തിൽ അഗാധ ജ്ഞാനമുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചു, വലിയ വലിയ രാജാക്കന്മാരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു, നേതാക്കന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു. പല ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. 40 പേര്. പക്ഷെ ഈ യൂദയുടെ ലേഖനത്തിന്റെ ഒരു വിശേഷത, 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത 1-2 വിഷയങ്ങൾ യൂദായ്ക്ക് വെളിപ്പെട്ടു. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയങ്ങൾ ഈ യൂദായ്ക്ക് വെളിപ്പെട്ടു. അത് 2 കാര്യം ഓർപ്പിക്കാം. മോളെ 9-ാം വാക്യം വായിച്ചു. 9. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞു. മോശയുടെ ശരീരത്തെ പറ്റി പിശാച് തർക്കിച്ചു വാദിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. യൂദായ്ക്ക് വെളിപ്പെട്ടു. ഈ ലേഖനം വളരെ നീടുത്ത ലേഖനം. രാജാക്കന്മാർക്കും ഡോക്ടർ ലൂക്കോസ് അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല. യൂദായ്ക്ക് വെളിപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നാം ജ്ഞാനികളെന്നും ഉന്നതന്മാരെന്നും ഒക്കെ അഭിമാനിക്കുന്ന പലരുടെ നല്ല കാര്യമാണ്. പക്ഷേ ലോകത്തിന്റെ ജ്ഞാനവും അല്ല നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ജ്ഞാനമുള്ളവരുണ്ട്, നല്ല കാര്യം. പക്ഷേ ജ്ഞാനമില്ല, പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ലെന്നോർത്ത് നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. അവർക്ക് വെളിപ്പെടാത്തത് നിനക്ക് ദൈവത്തിന്റെ വിശ്വസ്തത. അതുകൊണ്ട് ദൈവമേ, എനിക്ക് കാര്യമില്ല, വിദ്യാഭ്യാസമില്ല, എനിക്ക് യാതൊരു മിടുക്കൊന്നുമില്ല, ഞാൻ എങ്ങനെ ജീവിക്കുന്നത്, അയ്യോ അന്ന് വല്ലചാലി ചത്താൽ മതി, അങ്ങനെ ചുമ്മാ അബദ്ധം കയറി പറയരുത്. നീ ദൈവസ്ഥലത്തിലൊന്ന് സമർപ്പിച്ച് ദൈവത്തോട് ഭക്തി കൊണ്ട് നിന്നാൽ പലർക്കും വെളിപ്പെടാത്തത് ദൈവം 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത മാർമിക വിഷയം യൂദായ്ക്ക് ദൈവം വെളിപ്പെടുത്തി. അത് ചെറിയ കേസാണോ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയമാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ അത്താവിത്ത എന്ന് ഉയർന്ന വിഷയമല്ല. മോശയാകാം, അയ്യോ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. ഈ എത്ര ലക്ഷം ജനത്തെ 40 വർഷം നടത്തിയ നായകൻ ചെറിയ ആളല്ല. ആ വ്യക്തിയുടെ ഉയർപ്പിനെ സംബന്ധിച്ച് സാത്താൻ തർക്കിച്ചതും വാദിച്ചതും പ്രധാന ദൂതൻ വന്നതും ഭത്സിച്ചതുമെല്ലാം യൂദായ്ക്ക് വെളിപ്പെടും. ചെറിയ കേസാണ്. അത് കേട്ടിട്ട് ഒരു ചരിത്രമൊന്നുമില്ല. വെളിപ്പെടുന്ന വെളിപ്പെടട്ടെ, ആശുപത്രി യോഗം നിർത്തി ഞങ്ങൾക്ക് പോകണം. ഇരുപതാണെന്ന് അങ്ങനെ പോകണം. മാത്രമല്ല യൂദായ്ക്ക് വെളിപ്പെട്ട വേറൊരു വിഷയം, മോളെ
14-ാമത്തെ വാക്യമായിരുന്നു 14. ആദാം മുതൽ ഏഴാമനായ ഹനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ആ പദ്ധതിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ പണ്ട് നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഹനോക്ക് പ്രവചിച്ചെന്നുള്ള വിഷയം യൂദായിക്ക് വെളിപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ ഹനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നും ദൈവം എഴുതുന്നതൊക്കെ പൗലോസ് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിലും പുള്ളി കൊച്ചിനെ ജനിപ്പിച്ചതും മധുശലേഖൻ അതിന്റെ അപ്പന്റെ കാര്യവും അത് എഴുതിയിട്ടുണ്ട്. പിന്നെ പുള്ളി 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്നു എന്നൊക്കെ ഇവർ രണ്ടുപേരും എഴുതി. പക്ഷേ ഹാനോക്ക് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത് യൂദായിക്ക്. ആ പ്രവചനം എന്തോ പ്രവചനമാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? 2 കാര്യമാണ് പ്രവചിച്ചത്. 2 കാര്യം എന്തോ നമ്മൾ ഇങ്ങോട്ട് വായിച്ചത്. പക്ഷേ വായിക്കും. പക്ഷേ 14 മാറ്റി ഇതാ കർത്താവ് എല്ലാവരും വിധിപ്പാനും സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രവചിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം 1000 വിശുദ്ധന്മാരോട് കൂടെ കർത്താവ് വരുന്നു. അതൊരു ഏറ്റവും വലിയ പ്രവചനം. പക്ഷെ ഇന്നത്തെ പ്രവചനം ഇതിനൊന്നും വലിയ സ്ഥാനമില്ല. യേശു വരുന്നെന്നോ സ്തോത്രം അതൊന്നും. ഇന്നത്തെ പ്രവചനമെല്ലാം വേറെ. അതിന് ആള് കൂടുന്നത്. ഇപ്പൊ ഇവിടെ ആളില്ലല്ലോ. അവസരം അങ്ങനെ പ്രവചിക്കുന്നവരെ കൊണ്ടുവന്ന് ഇടിയിച്ചു കൊടുത്ത ആളി ആളായിട്ട് ഇവിടെ എല്ലാം ബ്ലോക്കായി. ഇവിടെ മുഴുവൻ ബ്ലോക്കായി. അവസാനം പോലീസും വരും. അങ്ങനെ പ്രവചിക്കുന്നവരുണ്ട്. വണ്ടി നമ്പർ അലമാരിക്കകത്ത് ആയിരിക്കും. നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് കുടപൊളി പോകണം. അമ്മാമ വിമാനത്തെ കയറി പറക്കുന്നതായിട്ട് ഞാൻ കാണുന്ന അമ്മാമയ്ക്ക് കണ്ടത് പിന്നെ ഏത് വിമാനമാണ് വെളിപ്പെടുത്തും. ഉടനെ അവൻ പിന്നെ അമ്മാമയെ കളന്ന് കാണുമ്പോൾ ജമ്മു ചെല്ലും. ഇതൊക്കെ പ്രവചിക്കുന്നത്. അപ്പുറത്തെ വസ്തു എഴുതിക്കുന്നതായിട്ട് ഇതൊക്കെ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അമ്മാമയ്ക്ക് നിങ്ങൾക്ക് എതിലുള്ള ചില കുടുംബത്തെ ദൈവം മറച്ചു മാറ്റുന്നതായിട്ട് കാണും. ഇതൊക്കെയാണ് പ്രവചിക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ ഒരു നിലവിളി ഉയരുന്നതായിട്ട് ചിലക്കത് ഇഷ്ടമാണ്. അവൻ ഞങ്ങൾക്കെതിരെ ഉയരട്ടെ. ഇതൊക്കെ അല്ലേ പ്രവചിക്കുന്നത്. എന്നാണ് ഒരാളെ പറഞ്ഞു ലോട്ടറി അടിക്കുന്നതായിട്ട് കാണുന്നത്. ഇവരെല്ലാം ഭ്രാന്താണ്. അതാണോ പ്രവചനം? ലോട്ടറി ഭാഗ്യപൂരി കാണുന്നത്. വേറെ അടുത്തും പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പ്രത്യേക തലത്തിലേക്ക് പറഞ്ഞ് അവനോടനെ ഇറങ്ങി. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഇതാണോ പ്രവചനം? ഹനോക്ക് പ്രവചിച്ചത് 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാൽ ഭക്തികെട്ട ജീവിതം ഉപേക്ഷിച്ച് ഭക്തികെട്ട ജീവിതത്തോട് വിട പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഭക്തികെട്ട് നടക്കാതെ ദൈവഭക്തന്മാരായി ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ദൈവിക വിശുദ്ധി അവിടുത്തെ വരവനായി ഒരുങ്ങണം. സ്തോത്രം. തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. എടുത്ത ചോദിപ്പി പറന്നു പോവാൻ കാലമേ അടുത്തു വരുന്നില്ല. പറന്നു പോവാൻ അടുത്തു വരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പ്രവചിച്ചത് 1000 വിശുദ്ധ
വിശുദ്ധന്മാരുമായി കർത്താവ് ആ വാക്യം ശ്രദ്ധിച്ച് പഠിച്ചാൽ 1000 വിശുദ്ധന്മാരോടുകൂടെ എന്ന് പറഞ്ഞാൽ അത് രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ മഹത്വ പ്രത്യക്ഷതയാണ്. മേഘപ്രത്യക്ഷതയല്ല, മഹത്വ പ്രത്യക്ഷത. 1000 വിശുദ്ധന്മാരുമായിട്ട് വരും. യേശു ഒരിക്കൽ വന്നു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ. അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി. ഇനി അവിടുന്ന് വീണ്ടും വരും. ആ രണ്ടാം വരവിന്റെ 2 ഘട്ടം. ആദ്യത്തെ വരവ് മേഘപ്രത്യക്ഷത ഭൂമിയിലേക്ക് വരത്തില്ല. ആ വരവിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും ഉയർത്തുകയും രൂപാന്തരപ്പെടുകയും അവരുമായിട്ട് അവിടുന്ന് പോകും. പോച്ച് പിന്നൊരു വരവുണ്ട്. ആ വരവിനെ പറ്റി ഹാനോക്ക് പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിനെ പറ്റി പോലും ആർക്കും വെളിപ്പെടാതിരുന്ന കാലത്താണ് ഹാനോക്കിന് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം വെളിപ്പെട്ടത്. അതെന്നാ കാര്യം? 300 കൊല്ലം ആ കൂടെ നടക്കുന്നത്. നമ്മളാകെ കൂടെ നടക്കുന്നത് ഞായറാഴ്ച ഒരു 3 മണിക്കൂറാണ്. അതും നടപ്പൊന്നുമില്ല. മൊബൈലിൽ കളിച്ച് നിൽക്കും, ബുക്ക് നോക്കി വർത്താനം പറഞ്ഞു ഞോണ്ടി കേട്ടി. എന്നെ ഇങ്ങനെ ഓടിച്ചു നോക്കുന്നത്. എന്നെ നോക്കിയിട്ടൊന്നൊരു കാര്യമില്ല. എന്നെ കാണാത്തില്ല. അതുകൊണ്ട് നമ്മളിൽ പലരും ആകെ കൂടെ ദൈവത്തോടെ കൂടെ നടക്കുന്നത് ഞായറാഴ്ച ഒരു 3 മണിക്കൂർ. അപ്പൊ അത്ര നല്ല നടപ്പൊന്നും ആരാധനയ്ക്ക് വന്ന് കിടക്കിടക്ക് മൊബൈലുമായിട്ട് ഓടുന്ന ഉപദേശമാര് വരെ ഉണ്ടല്ലോ. 3 മണിക്കൂർ അടങ്ങി പോലും ഇരിക്കാൻ ഞാൻ എപ്പോഴും പറയും, ഞാൻ ആരാധന ചെയ്തതില്ല. അത് തീരാതെ മൊബൈലില് ഓരോരുത്തരോടെ ഉണ്ടാകുന്നില്ല. സമയം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. സ്ഥാനം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു. ബാക്കി മുഴുവനായി അവൾ ആദ്യത്തെ വരവിനെ പറ്റി പോലും ഓരോരുത്തർക്കും വെളിപ്പെടാതിരുന്ന കാലത്താണ് യൂദായിക്ക് ഹാനോക്കിന് യൂദായുടെ ലേഖനത്തിൽ യൂദ പറയാൻ ഹാനോക്ക് യേശുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം വെളിപ്പെടും. അതാ പ്രവചിച്ചത്. ഇനി ഹാനോക്ക് പ്രവചിച്ചത് 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരിക. അപ്പൊ നിങ്ങള് ഈ 10 കെട്ട് നടക്കരുത്. 10 കെട്ട് നടക്കരുത്. അഭക്തരായിട്ട് ജീവിക്കരുത്. അവിടെ വായിക്കുന്നത് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ? ഹാനോക്ക് പ്രവചിച്ച കാലത്ത് ഭക്തി വിരുദ്ധം. കാരണം ഹാനോക്കിന്റെ സമകാലികന ലാമേക്ക്. ഇവിടെ ഹാനോക്കും അപ്പുറം ലാമേക്ക്. 2 വകുപ്പുകാരാണ്. ഹാനോക്ക് നമ്മൾ 7-ാമത് ഹാനോക്ക് ഷേത്തിന്റെ വംശത്തിൽപ്പെട്ടതാണ്. ലാമക്ക് എന്ന് പറഞ്ഞാൽ കയ്യിന്റെ ഒരു കൊച്ചുമോന്. കയ്യിൽ കൊലപാതകനാമല്ലോ. യോഹന്നാൻ 3:12 ദുഷ്ടനിൽ നിന്ന് ജനിച്ചു. ദുഷ്ടനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിശാച് ജനിപ്പിച്ചെന്നല്ല. പിശാചിന്റെ ഇഷ്ടത്താലും ഇംഗിതത്താലും ആശയവും ആഗ്രഹവും ഒക്കെ അകത്ത് കയറി ആ വിധത്തിലൊക്കെ ജനിച്ചവനാ. കാര്യം അവന്റെ ജന്മവാസന കാണിക്കുകയല്ല. അതല്ലേ പാവം പിടിച്ച ഹാബേലിനെ കൊന്നത്. അവന്റെ കൊച്ചുമോനാ ലാമേക്ക്. ചെയ്യുന്നത് മുഴുവൻ നാശമാണ്. ലാമേക്കിനെ പറ്റി എഴുതിയിരിക്കുന്ന 2 ഭാര്യമാരുണ്ട്. 2 ആദയും ഒന്നിനെ തന്നെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഇല്ലേ? നിങ്ങൾ സത്യമാണ്. നാം ഒരാൾ എന്നോട് പറഞ്ഞിട്ട് അനീഷ ഞാൻ ആയതുകൊണ്ടായി ഇവിടെ ഞാൻ ചോദിച്ചാൽ എന്നാ ചെയ്യാനാ? എന്റെ അമ്മയോ പെങ്ങന്മാരോ വന്ന് 2 ദിവസം നിൽക്കുന്നത് അവർക്ക് ഇഷ്ടം. അവരെന്ന് വന്നാൽ ഇവിടെ ബഹളമുണ്ടാകും. പക്ഷെ അവിടെ അമ്മയും അനിയത്തി ചേട്ടത്തിയൊക്കെ എത്ര ദിവസം വന്ന് നിന്നാൽ ഒരു പ്രശ്നവും അങ്ങനെയുള്ള കേസുകൾ ഇവിടെ ചിലപ്പോൾ കഴിയൊന്നും പോകാൻ ശാന്തമായിട്ട് എന്തിനാ കഴിവുകാരും പോകുന്നത്.
മറുഭാഷയ്ക്കൊന്നും ഒരു കുറവും. പക്ഷെ അമ്മായിന്ന് വരുമ്പോൾ മലഭാഷ പ്രത്യേകിച്ച് പിന്നെ അസ്തോദ്യ ഭാഷയാണ് പറഞ്ഞത്. അതാ പുള്ളി പറഞ്ഞു. ഞാൻ ചില സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഷയായി ഞാൻ മടുത്തു. പുള്ളിയെ ഞാനായതുകൊണ്ട് ഇങ്ങനെ വഹിച്ചുകൊണ്ട് 2 വർഷം ദൈവത്തിന് മതം. അപ്പൊ ഒരുത്തം താണ്ട 2 എണ്ണത്തിന് കൂടായിട്ട് കൊണ്ട് നടക്കും. ആരെയും വഴിമിട്ട 4 പിള്ളേരുണ്ടായി. യാവാലും യൂവാലും തൂവൽ കയ്യിലും പെങ്ങളും നായമാണ്. 4 പിള്ളേർ. യാവാല് കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്കും പിതാവ് ടെന്റ് മേക്കറാണ്. അവനെ ഉദ്ധരിക്കേണ്ട മൈതാനത്ത് ടെന്റ് അടിച്ചാലോ എന്നാണ്. നമുക്ക് ആകെ കൂടെ ഉള്ളതാണ് 40 അടി നീളവും 20 അടി വീതിക്ക് ഒരു ബോർഡ്. ശ്വാസം വിടാത്തൊരു തള്ളെ സ്വതന്ത്രം പറയാത്ത അന്നേരം അവനവിടെ ടെന്റ് അടിച്ച് ടെന്റ് മേക്കർ. ഇവന്റെ ബ്രദറാണ് യുവാന്. അവനാണ് കിന്നരവും വേദവും ഒക്കെ. അവന്റെ തലവോ എന്ന് പറഞ്ഞ സാംസ്കാരിക കലാപരമായ ഭയങ്കര കഴിവ്. കുച്ചിപ്പുടി, ഭരതനാട്യം, ഡാൻസ്, ഒപ്പന. ഇപ്പം നമ്മുടെ വേദമുണ്ട്. ഭയങ്കര കഴിവാണ്. നമ്മൾ പറയുന്നത് കഴിവാണ്. വേദപുസ്തകത്തിൽ ഉപയോഗിച്ചാൽ മിണ്ടാതിരിക്കും. അല്ലാതെ ഭയങ്കര കഴിവാണ്. ഈ സംസ്കാരവും കലയും ഒക്കെ അങ്ങോട്ട് കൂടിയപ്പോൾ പ്രമാണം കിട്ടും. അതാ ഭക്തി കെട്ട് നടക്കുക. ഇങ്ങനെ ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ദൈവം ന്യായം വിധിക്കും, ദൈവം സംരക്ഷിക്കും. ഇതൊക്കെ ഹാനോക്ക് പ്രവചിച്ചു. അതുകൊണ്ട് ലാമേക്കിന് ഭയങ്കര വൈരാഗ്യം ഉണ്ടായെന്ന അവിടെ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറയുന്ന കാര്യമുണ്ടെന്ന് വായിച്ച മോളെ. ലാമേക്ക് ഭാര്യമാരോട് പറയുന്ന 1-2 പദങ്ങൾ 20-ാം വാക്യം മുതലാണെന്ന് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിച്ചു. പശുപാലകന്മാർക്ക് പിതാവായിരുന്നു. അവർക്ക് ബ്രദർ യൂബാൽ അവൻ കിന്നരവും വേദവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി തീർന്നു. പിന്നെ സീല തൂവൽ കൈയിനെ പ്രസവിച്ചു. അങ്ങനെ ചെമ്പുകൊണ്ട് ഇരുപ്പുകൊണ്ട് ആയുധം നിർത്തുന്നവർക്കൊക്കെ തലതൊട്ടപ്പന. പിന്നെ അവരുടെ ഒരു പെണ്ണ നടക്കുന്ന അടുത്ത വാക്യമായിരുന്നു. തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. പുള്ളി ഭാര്യമാരോട് പീരസ്യമൊക്കെ പറഞ്ഞു. ആരും കേൾക്കാനില്ല, അവരെ ഉള്ള കേൾക്കാൻ. പിന്നെ അവരെ കേൾക്കാനുണ്ടല്ലോ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. എന്റെ വാക്ക് കേൾക്ക്. വേറെ ആരും കേൾക്കാനില്ല, നിങ്ങളേലും എന്റെ വാക്ക് കേൾക്ക്. അടുത്തത്, ലാമേക്കിന്റെ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ വചനത്തിന് ചെവി. പുള്ളിയുടെ വചനം വേറെ രീതിയാ കേട്ടോ. പുള്ളിയുടെ വചനം വേറെ, എന്റെ വചനം. പിന്നെ എന്തുവാ പുള്ളിയുടെ വചനം? എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഇതാ പുള്ളിയുടെ വചനം. എന്തുവാ? ഞാൻ കൊല്ലുവാണ്. ലാമേക്കിന്റെ വചനം ഇതാ, ഞാൻ കൊല്ലും. എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം ഞാൻ ജീവൻ കൊടുക്കും. സമൃദ്ധിയായ ജീവൻ കൊടുക്കും. അവിടുന്ന് ജീവന്റെ ഉടയവനാണ്. ഒന്നുകൂടെ പറയാം, ലോകത്തിന്റെ വചനം കൊല്ലും. മതത്തിൽ ചേർന്നില്ലേ കൊല്ലും. ഇന്ത്യ വിട്ടുപോയില്ലേ കൊല്ലും. ഇന്ത്യയിലോട്ട് കയറിയ കൊല്ലും. അല്ലെ ചൈനയിൽ പോയ കൊല്ലും. ഇതൊക്കെ മനുഷ്യനെല്ലാം കൊല്ലും. ഇന്ന മതത്തിൽ ചേർന്നില്ലേ കൊല്ലും. ഞങ്ങളുടെ മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലും. ക്രിസ്ത്യാനികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലും. ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലും. മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലും. ബുദ്ധനും ജൈനനും പാഴ്സികൾക്കെതിരെ പറഞ്ഞ മനുഷ്യനെല്ലാം കൊല്ലും കൊല്ലും കൊല്ലും. ഇതാണ് ലോകത്തിന്റെ വചനം. എന്നാൽ യേശുവിന്റെ വചനം കൊല്ലുന്നതല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്നതാണ്. യേശുവിന്റെ വചനം കള്ളനെ വാദിച്ചിട്ട് ലാസറേ പുറത്തു വരാൻ പറഞ്ഞു. മരിച്ചവനെ
വയ്ക്കണം. എന്നിട്ട് ഞാനായിട്ട് സേവിക്കണോ, യേശുവിനെ സേവിക്കണം. ജീവനെ ജീവനെ നമോ നമോ, ജീവനെ ജീവനെ നമോ നമോ, പാപികൾക്ക് വിധാനം തമ്പുരാൻ കൃപാകര. അപ്പൊ ലാമേക്കിന്റെ വചനവും യേശുവിന്റെ വചനവും. ലാമേക്കിന്റെ വചനം കൊല്ലുമെന്നുള്ളതാണ്. കൊല്ലും. യേശുവിന്റെ വചനം കൊല്ലുന്നതല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ആരെ കൊല്ലാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ. ഒന്നാമത്തെ വരകൾ എത്ര എണ്ണത്തിനെ ഉയർപ്പിച്ചു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുക്കത്തില്ലെന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ 25-ാം വാക്യമല്ലേ മോളെ 21-ന്റെ? യോഹന്നാൻ 21:25. ചടയേന്ന് വായത്. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ അയ്യോ ഇഷ്ടംപോലെ കഴിഞ്ഞു. അതെല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ വരവിൽ എത്ര എണ്ണത്തിനായി യേശു ജീവൻ കൊടുത്തത്. നൈലിനെ വിധവയുടെ മകൻ മരിച്ചു, അടക്കാൻ കൊണ്ടുപോവുക. യേശു ശിഷ്യന്മാര് വരില്ല, അയ്യോ യേശു അങ്ങോട്ട് ചെന്ന് മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടു. ചെറുക്കൻ ചാടി എടുത്തു. അവിടെ കിടന്ന് റൈറ്റ് എഴുതി പെടുത്തി മെട്ടിച്ചിന്റെ വെള്ളം ഉണ്ടാക്കി. മഞ്ചത്തിന്റെ കണ്ടിട്ടില്ല. ഡെഡ് ബോഡി ഉയർത്തും, അച്ചായൻ ഉയർത്തും, തളഞ്ഞു മാട്ടാം ഉയർത്തും. നിങ്ങളുടെ സ്തോത്രം പാസ്റ്റർമാരെ കിടന്ന് കുഴയിക്കാം. പറയാൻ പറ്റുമോ? അച്ഛനെ വെച്ചോ ഇപ്പോൾ ഉയർത്ത് വന്നു. ഞാൻ എന്റെ മകരകത്തൊരു അടക്കത്തിൽ പോയി. വേറെ ഞാൻ പറയത്തില്ല. കോടതി പോയപ്പോ എന്നോട് പറഞ്ഞു സൂക്ഷിച്ചു പോക്കണം. ഇന്നലെ രാത്രി ഉയർത്തുമെന്നും പറഞ്ഞ് പ്രാർത്ഥന ഞാൻ ഇതുവരെ ഉയർത്തില്ല. മിക്കവാറും തല്ല് മേടിക്കാതെ. ഞാൻ പറഞ്ഞത് തല്ലുകാരൻ ഞാൻ തോടിന്റെ സൈഡിൽ കൂടെ അടി വരുമ്പോൾ ഞാൻ തോട്ടിട്ടാണ്. കാരണം എനിക്ക് വെള്ളത്തിൽ നരയിലുണ്ട്. റെക്കോർഡ് എടുക്കാൻ നിർത്തി ഉമ്മാര് കിടന്ന് അടവ് ഉയർക്കട്ടെന്ന് റൈറ്റാവും. ഞാൻ പിന്നെ കണ്ടു വെച്ച് കണ്ടത് ഇപ്പൊ തല്ല് കൊള്ളാം കൈ. അതുകൊണ്ടാണ് ഞാൻ ഇനി പോകുന്നു. വൈകി ഞാൻ വേറെ വിളിച്ചു കൊടുത്തു, ഉയർത്തോടാ എവിടെ ഇവിടെ ഈ ചത്തതെല്ലാം കൂടെ ഉയർക്കാൻ എന്നാ ചെയ്യാൻ? സ്തോത്രം. ചില പ്രത്യേക കേസ് ദൈവം അങ്ങനെ ചെയ്യും. അതെന്തിനാ? വചനത്തെ ഉറപ്പിക്കാനും ദൈവപ്രവൃത്തി ഉൾപ്പെടാൻ. സ്തോത്രം സ്തോത്രം. മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടു. ചെറുക്കൻ കണ്ണിൽ ചാടി എഴുന്നേ. എന്നാ വാടാ നമുക്ക് അടുത്ത പൂസയിടുന്ന ഈ സാക്ഷി പറയണം. യേശു പറഞ്ഞു. അവനെ അമ്മയ്ക്ക് കൊടുത്ത് യേശു പോകുന്നു. നമ്മളതെ പിന്നെ ആ തള്ള അവനെ കാണുക. പിന്നെ തള്ള ലൈവിൽ നോക്കണം. എന്റെ കുറച്ച് പ്രശ്നമാണ് തോന്നുന്നത്. യേശു അവനെ കൊണ്ടുപോയി ഒന്നും ചെയ്തു. അവനെ അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞത് ഒന്നാം വരവ് ചെയ്തതാണ്. ഉയർപ്പിച്ചു. ലാസർ മരിച്ചു നാട്ടം വെച്ച് 4 ദിവസം പുറത്തോട്ട് വരാൻ പറഞ്ഞു. ഉയർത്തി. ഗായകോസത്തെ വീട്ടിൽ ചെന്നപ്പം എല്ലാവരും പറഞ്ഞു ഇനി ഗുരുവിനെ അസത്യപ്പെടുത്തണ്ട. പാട്ടുകാരെ ഞങ്ങൾ ഇടപാട് ചെയ്തു. പെട്ടിയും പറഞ്ഞു. മോർച്ചറിക്കാർ ഇപ്പം വരും. കുഴി വെട്ടാനാണെന്ന് വിട്ടു. യേശു പറഞ്ഞു താനം മരിച്ചിട്ടില്ല. എഴുന്നേറ്റ് വരാം. ഒന്നാമത്തെ വരവിൽ അവിടുന്ന് പലരെയും ഉയർപ്പിച്ചു. ഇടയ്ക്ക് കയറി പറയാം ഇനി രണ്ടാമതൊരു വരമുണ്ട്. ഓടി വിശുദ്ധന്മാരാ ഉയർന്നത്. രണ്ടാമത്തെ ഒരു
വരമുണ്ട്. കോടി വിശുദ്ധന്മാർ ഉറങ്ങാൻ പോവുകയാണ്. ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. നീ വിതയ്ക്കുന്നത് രണ്ടില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവം ഓരോന്നിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷിയുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തമ്മിൽ തേജസ്സുമുണ്ട്, വേലമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അതുകൊണ്ട് തന്നെ ഒന്നാം വരവിൽ ചിലരെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്നു. രണ്ടാം വരവിൽ എണ്ണിക്കൂടാത്ത വിശുദ്ധന്മാരെ ഉയർത്തുവരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സങ്കീർത്തനകാരപ്പെടുക, പാടുക. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഏകവചനം. മർത്യനെ എന്നല്ല, മർത്യനെ ഏകവചനം. ഓരോരുത്തരെയാ നമ്മൾക്ക് മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ വാക്യത്തിൽ രണ്ട് വിഷയം. ആ രണ്ടാമത്തെ ഭാഗം മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് വരവ് ചെയ്യുന്നു. ഇപ്പോൾ ഓരോന്നിനും അങ്ങോട്ട് കൊടുക്കുക. കാരണം അങ്ങോട്ട് നടിക്കുമ്പോൾ കോടി വിശുദ്ധന്മാർ കല്ലറയിലുള്ള എല്ലാവരും അവരുടെ ശബ്ദം കേൾക്കും. പ്രത്യാശ വർദ്ധിക്കട്ടെ. കല്ലറകളിലുള്ള എല്ലാവരും അവിടുത്തെ ശബ്ദം കേൾക്കും. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. പരമജാത്തിന് ദൈവത്തെ സ്തുതിക്കുക. പ്രാണനാഥനെ പ്രാപിച്ചിരാഗനി പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാഥനെ പ്രാപിച്ചിരാഗനി പറന്നു പോയിടും ഞാൻ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ പറന്നു പോയിടും ഞാൻ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ എത്തിടും. അതെ, നമുക്ക് മുമ്പോട്ട് പോകാം. എന്തുമായി സമയം, എന്തുമായി മോനെ? 9 അപ്പൊ 5 മിനിറ്റ് കൂടെ പറയാം. എല്ലാവരും ദൂരെയൊക്കെ പോകേണ്ടതല്ലേ. മതി, നമുക്ക് പിന്നീട് എങ്ങാനും ഒക്കെ അതായിരിക്കും നല്ലത്. ഒത്തിരി ആയാലും കുഴപ്പമാണ്. ദൈവത്തിന് അത് പ്രത്യാശയോടെ പോകാം. ദൈവത്തിന് മഹത്വം. അപ്പൊ 9ാമത്തെ വരവിൽ ചിലരെ ഉയർപ്പിച്ചു. ഇന്നത്തെ വരവിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ. അതുകൊണ്ട് ക്രിസ്തുവിൽ എതിരെ കൊണ്ടവനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. സ്തോത്രം. യേശു ആമൻ മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്തതുപോലെ സൂക്ഷ്മം ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തുവരും. അപ്പൊ രണ്ടാമതിനെ പറ്റിയാണ് പ്രവചിച്ചത്. അപ്പം ഈ ലാമക്കിന്റെ വചനം കൊല്ലും. യേശുവിന്റെ വചനവും യേശുവിന്റെ മാർഗവും കൊല്ലുന്നതാണ്. എന്നാൽ വേറെ പല ആൾക്കാരുടെ വചനവും പല മാർഗവും കൊല്ലുന്നതാണ്. അതിനെ കേട്ടിട്ടില്ലേ? വത്സ, നീ അവന്റെ പെടലി കണ്ടിച്ചുകൊണ്ട് വാ, ഞാൻ നിന്നെ പ്രസാദിക്കും. വത്സൻ എല്ലാവരും കൊടുവാനുമായിട്ട് പെടലി കണ്ടിക്കാൻ കൊടുക്കും. എത്ര വത്സന്മാരാ കാണുന്നില്ലേ? പെടലി വെട്ടുന്നു, കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു, കുന്തം നെഞ്ചത്ത് കുത്തി കിടത്തുന്നു, തോക്കിൽ വെടിവെച്ച് കൊല്ലുന്നു. വത്സനല്ല. ഒരുമാതിരിപ്പെട്ട വത്സന്മാര് മുഴുവൻ ഭ്രാന്ത് പിടിച്ച് നടക്കണം. മറ്റേ പുള്ളി പ്രസാദിക്കുമെന്നാ പറഞ്ഞു. പുള്ളിക്ക് നിൽക്കുക. വത്സ, എന്നെ പേടിച്ച് കുത്താൽ കാഴ്ചതാണോ? ദൈവത്തിന് പറഞ്ഞ അയാള് പ്രസംഗിക്കുന്നിടത്ത് ഇരിക്കരുത്, വിവരക്കേടെ വിളിച്ചു. ഇത് വിവരക്കേടാണോ? ഇത് കൊള്ളകാര്യമായി പറയുന്നത്. യേശുവിന്റെ വചനം കൊല്ലുന്ന വചനവുമല്ല,
യേശുവിന്റെ മാർഗം മനുഷ്യനെ കൊല്ലുന്ന മാർഗവുമല്ല. ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്, ഇത് ക്ഷമയുടെ മാർഗമാണ്, ഇത് അവൻ സ്വന്തം കരുണയുടെ മാർഗമാണ്. യേശുവിന്റെ വചനം കൊല്ലുന്നതല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ്. രാമൻ പറഞ്ഞു ഞാൻ കൊല്ലുവോ പറഞ്ഞ എനിക്ക് വചനം കേട്ട് ഇതിനേക്കാ വെള്ളമുണ്ടോ വരുമോ? രാമത്തിന്റെ ഭാര്യമാരെ ആവയും സില്ലയുമാരുടെ എന്റെ വായിക്കാം. അമ്മ അതെല്ലാം മടക്കിയത് തോന്നുന്നു. എന്റെ വചനം നല്ല പൊന്നു വചനമായിട്ടുണ്ട്, കേട്ടാ മതി. എന്റെ വചനത്തിന് എന്താ വചനം? എന്റെ മുറിവിന് പകരം ചെയ്യുന്നതായി എന്റെ വചനം. എന്നെ തല്ലിയാൽ ഞാൻ ദ്രോഹന്റെ വചനം. യേശുവിന്റെ വചനം എന്നാ അറിയാമോ? ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണുക. ഇതാ യേശുവിന്റെ വചനം. ലോകത്തിന്റെ ലാമേക്കിന്റെ വചനം അവൻ പാലനം ചെയ്യും. അങ്ങനല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിലെ ഒരുത്തിനെ കൊന്നാൽ അവന്റെ വാക്കുകളുടെ പ്രാപ്തല്ലാത്തിന് ഞങ്ങൾ വലിയ വചനം. നിങ്ങളെന്നെ അന്നം വിട്ട ഇത് പോയിരിക്കുന്നു. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുത്തിനെ കൊന്നാൽ കൊന്ന പാർട്ടിക്കാണ് അടുത്ത കൊല്ലം തരുന്നതിന് മുന്നേ ഇതല്ലേ യേശുവിന്റെ വചനം അറിയാമോ? എത്ര രക്തസാക്ഷികൾ അവൻ കടന്നുപോയി, ആരെയും തിരിച്ചു വന്നോ? എന്റെ ദൈവമേ, ആ മിഷണറി വൈദ്യനെയും ആ കുഞ്ഞുങ്ങളെയും കൂടെ ചുട്ടുപോകുന്നില്ലേ? ആ ഗ്ലാഡീസ് പറഞ്ഞത് ക്ഷമിച്ചെന്ന. ഇതാ യേശുവിന്റെ വചനം, ഇതാ യേശുവിന്റെ വചനം. അതേസമയം വേറെ വല്ലാതെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ഏരിയയിലുള്ള ഒരെണ്ണം മനസ്സിലാക്കുന്നുണ്ടോ? ഈ വചനത്തിന് ചെവി കൊടുക്കേ. സ്തോത്രം. അവന് ചെവി കൊടുപ്പി, അവന് ചെവി കൊടുപ്പിരിക്കും. ദൈവത്തിന്റെ മഹത്വം. ലാഭത്തിന്റെ മകനം ഇതാ കൊല്ലും പകരം. ഒന്നുകൂടെ വായിച്ചാമേ. പകരം ചോദിക്കും. അങ്ങനല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടന്നാൽ കേട്ടിട്ടില്ലേ? ഒന്നും കേട്ടിട്ടില്ല. പലപ്പോഴും ആ സെക്രട്ടേറിയറ്റിന്റെ അവിടെയൊക്കെ പോയി നിൽക്കേ ഇല്ലേ? പ്രകടനം വരുമ്പോ കേട്ടില്ലേ? നമ്മളിൽ ഒന്നിനെ വോട്ട് കളിച്ചാൽ അക്കളി ഈ കളിയാവും. ഇല്ല ഇതാ ലോകത്തിന്റെ വചനം. എത്ര വിശുദ്ധന്മാര് രക്തസാക്ഷികളായി. പകരം ചെയ്തോ? ഇല്ല. പകരം ചെയ്യുന്നതല്ല യേശുവിന്റെ മാർഗം, പകരം പറയുന്നതുമല്ല യേശുവിന്റെ മാർഗം. തന്നെ ശകാരിച്ചിട്ട് അവൻ പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ മുഴുവൻ കാര്യങ്ങളും ഫലമേൽപ്പിച്ച പരമ വിശുദ്ധന യേശു. എല്ലാവരുടെ ശ്രേഷ്ഠൻ, എല്ലാവരുടെ ഉന്നതൻ, എല്ലാവരെക്കാൾ മകിഴുന്നവൻ